ഹലോ, സിജിയാണ് കേട്ടോ. കൊലസിൻ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭീമാകാരനായ ആന്തൂറിയം മാഗ്നിഫിക്കത്തിനെ കൊത്തി നുറുക്കി പല കഷ്ണങ്ങളാക്കി പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ. ഞാൻ അതിൽ ഒരു തംബ്നെയിലായിട്ട് കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ഒരു ചെടിയെ ഇങ്ങനെ മുറിക്കാൻ എന്നാണ്. ധൈര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ തൈകൾ വീട്ടിലുണ്ടാക്കാം എന്നൊരു തംബ്നെയിലായിരുന്നു അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് പലരും കമൻ്റായിട്ട് ചോദിച്ചു, എന്തിനാ ചേച്ചി ഇത്രയും വലിയ ഒരു പ്ലാന്റിനെ എങ്ങനെ മുറിച്ച് കളയുന്നത്, അല്ലെങ്കിൽ ഇത് പിടിക്കുമോ, ഇതിങ്ങനെ നട്ടാൽ അതും കൂടി നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കമൻറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഭീമാകാരനായ അല്ലെങ്കിൽ നല്ല വിലയുള്ള ആന്തൂര്യമൊക്കെ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടെൻഷനായിരിക്കും, ഈ ഒരു പ്ലാന്റ് പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നതൊക്കെ. അഥവാ ഇനി അങ്ങനെയല്ല, ഈ ഒരു പ്ലാന്റ് മുറിക്കണോ എന്നാകെ കൺഫ്യൂഷൻ നിൽക്കുന്നവരും കാണും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അന്ന് ഞാൻ മുറിച്ച് നട്ട ആ ഒരു പ്ലാന്റ് എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഉള്ളതെന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ലോങ് വീഡിയോ ഒന്നുമില്ല, വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ പ്ലാന്റ് ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു മുറിച്ച പ്ലാന്റ് ഏത് വിധമായെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ പ്ലാന്റ് മുറിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബിഗ് പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ പഴയ വീഡിയോയിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് ഇതിനെ സാഫൊക്കെ തേച്ച് വേറൊരു പുതിയ ഒരു ചട്ടിയിലോട്ട് നടുകയും അതിൻ്റെ റൂട്ട് ഉള്ള ഭാഗത്ത് മൂന്നായിട്ട് മുറിച്ച് നടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മറ്റേ ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് അതിൽ കയറി നോക്കാം. അപ്പോൾ ഇതുപോലെ മുറിച്ച് അതിനെ നമ്മൾ സാഫൊക്കെ തേച്ച് വേറൊരു പോട്ട് മിക്സ് ഉണ്ടാക്കി അതിലോട്ട് നട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മുറിച്ച് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുപയോഗിക്കുന്ന പോട്ടി മിക്സിൽ എന്തെല്ലാം ചേർക്കണം എന്നിവയൊക്കെ ആ പഴയ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് അന്ന് ഞാൻ മുറിച്ച് നട്ട ആന്തൂറിയം മാഗ്നിഫിക്കത്തിന്റെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടായിരുന്നു ഇതിലോട്ട് നട്ടുകൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നിറയെ റൂട്ട്സ് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. മാത്രമല്ല ഇതിലിപ്പോൾ പുതിയ ഒരു ഫ്ലവറും വന്നിട്ടുണ്ട്. ഇത് ലീഫല്ല, ഇത് ഫ്ലവറാണ്. അപ്പോൾ അന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റായിട്ട് വന്നത് ഒരു ലീഫായിരുന്നു. അപ്പോൾ അടുത്തത് എന്തായാലും ഒരു ഫ്ലവർ ആയിരിക്കും വരുന്നത്. ഒരു ഫ്ലവർ ഒരു ലീഫ്, അങ്ങനെയാണ് ഈ ആന്തൂറിയത്തിൽ ഫ്ലവറും ലീഫും ഒക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ ഒരു ഫ്ലവറാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ടായിരിക്കും ഒരു ലീഫ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് പിടിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ റൂട്ട്സ് ഒക്കെ വന്നതൊന്ന് കാണിച്ചു തരാം. ഇതായത് കണ്ടില്ലേ, ഇതിൽ നിറയെ ഇഷ്ടം പോലെ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പിടിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റി ആ റൂട്ട് കട്ട് ചെയ്തതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്ലാന്റ്സിനെ കട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാം. കണ്ടോ, ഇതായിരുന്നു അന്ന് നമ്മൾ മുറിച്ച് നട്ട ആ ഒരു പ്ലാന്റിന്റെ റൂട്ട് എന്ന് പറയുന്ന 3 പീസായിട്ടായിരുന്നു നമ്മൾ മുറിച്ച് നട്ടിരുന്നത്. ഇതൊരു പീസ്, പിന്നെ ഇതൊരു പീസ്, 3 പീസ്. അപ്പോൾ ഇതിലിതാ ലീഫൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫസ്റ്റ് ലീഫാണ് ഇത്. അതുപോലെ ഇതിലും ഫസ്റ്റ് ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ദോച്ച് കഴിച്ചതാണ്. അപ്പോൾ അടുത്തതായി ഇതിൽ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതുപോലുള്ള ആന്തൂറിയത്തിനെ മുറിച്ച് നട്ടാൽ പിടിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ചാനൽ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ മുറിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുറിച്ച് നട്ടോളൂ. പിന്നെ ഈ ഒരു മുറിക്കുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിലായിട്ട് പോകാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് മണ്ണിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാനും മറക്കണ്ട. ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു പ്ലാന്റിനേക്ക്, അതായത് വില കൂടിയ ആന്തൂര്യമൊക്കെ ആരെങ്കിലുമൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് പിടിക്കുമോ ഇല്ലേ എന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻ മാറിക്കാണുമെന്ന് കരുതുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്ലാന്റ് മുറിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പിടിക്കുമെന്ന് കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള മനോഹരങ്ങളായ പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി വിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.